ഈ കുറുക്കൻ കണ്ണിന് നക്കിയാല് കാഴ്ചയില്ലാത്ത എല്ലാവർക്കും കാഴ്ച കിട്ടുമെന്ന് ഈ പെൺകുട്ടി കേട്ടു. അവൾക്ക് വളരെയധികം സന്തോഷമായി. ഇതറിഞ്ഞ പാടെ അവൾ ഭയങ്കരമായ ഒരു കാട്ടിലേക്ക് കുറുക്കനെ അന്വേഷിച്ചു പോയി. അവൾ ലോകത്തെ സ്പർശിച്ചറിഞ്ഞു. കാട്ടിലേക്ക് പോയപ്പോൾ ഒരു മുയലിനെ അവൾക്ക് കിട്ടി. മുയലിന്റെ നീളമുള്ള ചെവി പിടിച്ചതും അവൾ പറഞ്ഞു, നീ പക്ഷിയല്ലേ എന്ന്. പക്ഷെ അതൊരു മുയലായിരുന്നു. അത് മുയലാണെന്ന് പറഞ്ഞതും അവൾ മാപ്പ് ചോദിച്ചു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രണ്ട് കുറുക്ക സഹോദരന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് സഹായിക്കാമെന്ന് തോന്നി. പക്ഷെ അവരുടെ അച്ഛൻ പറഞ്ഞു, മനുഷ്യരെ വിശ്വസിക്കരുത്, ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരാണ് അവരെന്ന്. കുറുക്ക സഹോദരന്മാർ കളിച്ച് അവസാനം കളിച്ച് പെൺകുട്ടിയുടെ അടുത്തെത്തി. അവൾ ഒരു കുറുക്കനെ എടുത്തു. അന്നേരം അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവർ രണ്ടുപേരും പാണ്ഡകളാണെന്ന് അവളോട് കള്ളം പറഞ്ഞു. പാണ്ഡയെ ഇഷ്ടം കൊണ്ട് തലോടിയ പെണ്ണിനോട് മൂത്ത സഹോദരൻ ഒരു കള്ളം പറഞ്ഞു. അനിയനെ ഒന്ന് തറയിൽ വെക്കാൻ വേണ്ടി അപ്പുറത്തെ തടാകത്തിലെ വെള്ളം കൊണ്ട് കണ്ണ് കഴുകിയാൽ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് അവളെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ കൊണ്ടുപോയി. പക്ഷെ അവൾ പരാതി ഒന്നും പറയാതെ പോയി. അന്നേരം ഒരു കടുവ അവളുടെ മുന്നിലെത്തി. കുറുക്കന്മാരെ ഓടിപ്പോയി പേടിച്ചിട്ട്. പക്ഷെ പെൺകുട്ടി അത് കാണാതെ താഴെ വീണതും ഒരു മരക്കഷ്ണം കടുവയുടെ നേർക്ക് വീണ് കടുവ പേടിച്ചോടി. അങ്ങനെ അവൾ നടന്ന് തടാകത്തിൽ വീണിടത്ത് കിടന്ന് മുഖം കഴുകി കണ്ണ് കഴുകി. എന്നിട്ട് കാഴ്ച മാത്രം തിരിച്ചു കിട്ടിയില്ല. ആകെ സങ്കടം വന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. അച്ഛന്റെ വാക്ക് ധിക്കരിച്ച് കുറുക്ക സഹോദരന്മാര് അവളുടെ കണ്ണീര് നക്കി തുടച്ചു കൊടുത്തു. അങ്ങനെ അവൾക്ക് കാഴ്ച കിട്ടി. ആദ്യമായി ലോകത്തെ കണ്ടു. ശരിക്കും അവൾ ആദ്യം കേട്ടിരുന്ന ആ കുറുക്ക വൈദ്യര് ഇവരുടെ അച്ഛനായിരുന്നു. അവള് സന്തോഷത്തോടെ കുറുക്ക സഹോദരന്മാരെ കെട്ടിപ്പിടിച്ചു.